വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് SIT. കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. കേസിൽ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുപോലെ തന്നെ N. വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഈ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി നിർണായകമായ അടുത്ത നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. അതായത് കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്കാണ് SIT ഇപ്പോൾ കടക്കുന്നത്. അതിനുള്ള അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം കേസിൽ അറസ്റ്റിലായി കസ്റ്റഡിയിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു ഇന്ന് സുപ്രീം കോടതിയിൽ വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വാസു ഇന്ന് സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ പ്രായം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അതേപോലെ തന്നെ കേസിൽ അന്വേഷണവും തെളിവ് ശേഖരണമൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ തനിക്ക് ഇനി ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് വാസു ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആ കേസാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിക്കുന്നത്. രാവിലെ ഈ ഒരു 11 മണിയോടുകൂടി തന്നെ ഈ ഒരു കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഒരു കേസിൽ ജാമ്യം നിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. ഇനി സുപ്രീം കോടതി എന്തായിരിക്കും പറയുക എന്നാണ് ഏവരും നോക്കിക്കാണുന്നത്. നേരത്തെ തന്നെ കേസിൽ ഇതുപോലെ മറ്റൊരു പ്രതിയായ KP ശങ്കരദാസ് ഇതുപോലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ ജാമ്യം അനുവദിക്കണം, അതുപോലെ തന്നെ തന്റെ പ്രായം പരിഗണിക്കണം, അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്നൊരു ആവശ്യവുമായാണ് KP ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷെ അന്ന് കോടതി പറഞ്ഞത് ഏത് കേസിലാണോ അല്ലെങ്കിൽ എവിടെയാണോ അന്വേഷണം നടക്കുന്നത് അവിടുത്തെ കോടതിയുമായി ബന്ധപ്പെടുക എന്നൊരു കാര്യമായിരുന്നു അന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം KP ശങ്കരദാസ് പിന്നീട് ഹൈക്കോടതി സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ N. വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും സുപ്രീം കോടതി പറയുക എന്നാണ് നോക്കി കാണുന്നത്. സുപ്രീം കോടതി ജാമ്യ ഹർജി തള്ളുമോ അതോ കീഴ്ക്കോടതിയെ സമീപിക്കാൻ പറയുമോ എന്നുള്ളതൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. എന്തായാലും പ്രായപരമായ അല്ലെങ്കിൽ പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അതുപോലെ തന്നെ തെളിവ് ശേഖരണമൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയിൽ തുടരേണ്ട കാര്യമില്ല എന്നാണ് പ്രധാനമായും വാസു ചൂണ്ടിക്കാണിക്കുന്നത്. ആ അപേക്ഷയും ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഈ മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെയും അതുപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. അതിൽ പ്രധാനമായും പത്മകുമാർ ഉന്നയിച്ച വാദം തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നൊരു കാര്യം പത്മകുമാർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ SIT ഇതിനെതിരെ പറഞ്ഞ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറാണ് ഇത്തരത്തിൽ മഹസറിൽ സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ജാമ്യത്തിൽ വിടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ജാമ്യ ഹർജി തള്ളണമെന്നൊരു വാദം SITയും കോടതി അറിയിച്ചിരുന്നു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. എന്തായാലും ഇന്നലെ കേസിൽ 3 പേരുടെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇന്നിപ്പോൾ വാസുവിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതിയിലുണ്ട്. നിർണായകമായ നീക്കത്തിലേക്ക് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ED അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു, SIT അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തായാലും സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ നീക്കങ്ങളിലേക്ക് SIT നീങ്ങുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്തായിരിക്കും SITയുടെ അടുത്ത നീക്കം എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. N. വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി എന്തായിരിക്കും പറയുക എന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. രാവിലെ തന്നെ ഈ ഒരു കേസ് പരിഗണിക്കുമെന്നാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. ദീപ്തി, ശരി. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വാസുവിന്റെ അപ്പീൽ ഉള്ളത്. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ല എന്നതാണ് വാസുവിന്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അപ്പീലിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് SIT സംഘം. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.